അതെ, അപ്പോൾ ഞാനും മക്കളും കൂടെ ഒരു സ്ഥലത്ത് പോവാണ് കേട്ടോ. കാര്യം എന്താന്നല്ലേ അത് ഞാൻ വഴിയെ പറയാട്ടോ. നിങ്ങൾ എന്തായാലും കൂടെ വാ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏൽപ്പിച്ച് വെച്ചൊരു കാര്യമായിരുന്നു കേട്ടോ. നമുക്ക് ഹൈവേയിൽ പോയിട്ട് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളത്. അപ്പോൾ കുറച്ച് മുമ്പൊക്കെ ഞങ്ങള് സൈക്കിൾ റൈഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോനും എപ്പോഴും ഇവിടെ വരുന്ന ഒരു ഏരിയ ആയിരുന്നു. അത്രയും ദിവസം വരാൻ നോക്കും, അപ്പോഴേക്കും പറ്റില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്സാവട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും പ്ലാൻ ചെയ്ത് ഇന്ന് വരാന്ന്. കാരണം അവൻ എപ്പോഴും എൻ്റെ അടുത്താണ് കേട്ടോ ഫോഴ്സ് ചെയ്യുന്നത്, അമ്മ വരണം. അപ്പൊ ഞാൻ ഓക്കെ തന്നെയാണ് പറയാറ്, പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് പറ്റാറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വരാൻ നോക്കുമ്പോഴേക്കും ബാറ്റ് പൊട്ടിപ്പോയി. അപ്പൊ തൽക്കാലം ഒരു പ്ലാസ്റ്റിക് ബാറ്റ് വെച്ചിട്ടാണ് ഇപ്പൊ കളിക്കുന്നത്. ശരി കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ചു നേരം കളിച്ചിട്ട് മെല്ലെ സ്ഥലം വിടാൻ നോക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ. ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ വർക്ക് നടക്കുന്ന ഹൈവേയുടെ ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഈവനിങ് വാക്കിനായിട്ട് കുറേ പേര് വരാറുണ്ട്. അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്തു, ബോൾ എവിടെയോ മിസ്സായി, അതെടുക്കാനായിട്ട് ഓടിപ്പോവുക മൂപ്പര്. അപ്പോൾ 3 പേര് മാത്രം അടങ്ങുന്ന ഒരു കുഞ്ഞു ടീമും കുഞ്ഞു കളിയുമാണ് നമ്മളിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 1-2 മണിക്കൂർ പോയതേ അറിഞ്ഞിട്ടില്ല, അത്ര എൻജോയ്മെൻ്റ് ആയിരുന്നു. ബാറ്റിങ്ങിനായിട്ട് ഫസ്റ്റ് എനിക്കാണ് അവൻ തന്നത്, പിന്നെ ബൗളിങ് അവൻ, മോളാണെങ്കിൽ ഫീൽഡിങ്ങിലുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം വെക്കേഷൻ തുടങ്ങി എത്രയോ ദിവസങ്ങളായിട്ട് ഈ ഒരു രീതി തന്നെയാണ് ഈവനിങ്ങിൽ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കളി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ വീട്ടിലെത്തി ബാക്കി ചായ കുടിയൊക്കെ ഉണ്ട്. അപ്പോൾ ബായ്.